അഹമ്മദാബാദിലാണ്, നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ്. ഇവിടെയാണ് ഇന്ത്യ മൂന്നാം ലോക കിരീടം T20യിൽ നേടാൻ ഉദ്ദേശിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. എല്ലാ തയ്യാറെടുപ്പുകളും സ്റ്റേഡിയത്തിൽ പൂർത്തിയായി കഴിഞ്ഞു. ഇനി അവസാനവട്ട മിനുക്കുപണികൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്ത്യയുടെയും ന്യൂസിലാൻഡിൻ്റെയും ടീമുകൾ ഇന്ന് അവസാനവട്ട പരിശീലനം നടത്താൻ വേണ്ടി ഈ സ്റ്റേഡിയത്തിലേക്ക് വരും. ആദ്യം ന്യൂസിലാൻഡിനാണ് സമയം കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം വൈകിട്ടാണ് ഇന്ത്യ പരിശീലനം നടത്തുന്നത്. പരിശീലനത്തിന് ശേഷം ഇന്ത്യയുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് മാധ്യമങ്ങളുമായി സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ പങ്കുവെക്കും. ഏതായാലും കിരീടം നിലനിർത്തുക എന്നുള്ളത് ഇന്ത്യയുടെ മുന്നിൽ വെല്ലുവിളിയാണ്. ആദ്യമായി ഒരു T20 കിരീടം നേടുക എന്നത് ന്യൂസിലാൻഡിനും വെല്ലുവിളിയാണ്. പക്ഷേ രണ്ട് ടീമുകൾ ഫൈനലിൽ എത്തിക്കഴിഞ്ഞു. ഇവർക്ക് ഇനി അധ്വാനിക്കാതെ തരമില്ല. അവസാന ബോൾ വരെ അധ്വാനിക്കുമെന്ന് നമുക്ക് കരുതാം. ഇരു ടീമുകൾക്കും പ്രതീക്ഷകൾ നൽകുന്ന ഒരുപാട് ഘടകങ്ങൾ ഈ ലോകകപ്പിലുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ദക്ഷിണാഫ്രിക്കയോട് തോറ്റതൊഴിച്ചാൽ മറ്റ് കളികളിലെല്ലാം മേധാവിത്വം പുലർത്താൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ചില മത്സരങ്ങൾ നെക്ക് തന്നെയും ഇന്ത്യക്ക് അവസാനം വിജയം പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. T20 ആണല്ലോ, എപ്പോഴും അവസാനം വരെ ഉദ്യോഗം നിലനിർത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഇന്ത്യ വിജയിച്ചിട്ടുള്ളതും. സൂപ്പർ 8 അവസാന മത്സരവും സെമി ഫൈനലുമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും പ്രതീക്ഷ നൽകാൻ നിരവധി ഘടകങ്ങളുണ്ട്. ഏറ്റവും ഒടുവിലത്തെ കളിയാണല്ലോ അവർക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുക. ഏത് ടീമിനും ഏറ്റവും ഒടുവിലത്തെ കളി വലിയ പ്രതീക്ഷ നൽകും. ഏറ്റവും ഒടുവിലത്തെ കളിയിൽ ന്യൂസിലാൻഡ് കളിച്ച രീതി എല്ലാവരും കണ്ടതാണ്. ഏത് ടീമുകളെയും ഭയപ്പെടുത്തുന്നതായിരുന്നു ന്യൂസിലാൻഡിൻ്റെ ബാറ്റിംഗ്. എത്ര പെട്ടെന്നാണ് അവർ ആ സ്കോർ മറികടന്നത്. ഫിനാലിനുമടക്കമുള്ള ബാറ്റിംഗ് നിര വളരെ സ്ഫോടനാത്മകമായി ബാറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അതേ ബാറ്റിംഗ് ശൈലി അവർ ഫൈനലിൽ ആവർത്തിച്ചാൽ ഇന്ത്യക്ക് അല്പം വിയർക്കേണ്ടി വരും. ഇത് അഹമ്മദാബാദ് സ്റ്റേഡിയമാണ്. ഇവിടെ പല കളികളിലും ഇന്ത്യക്ക് ചുവട് പിഴച്ചിട്ടുണ്ട്. ഈ ടൂർണമെൻറ്റിൽ തന്നെ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയോട് തോറ്റത് ഈ ഗ്രൗണ്ടിൽ വെച്ചാണ്. അത് വെറുമൊരു തോൽവിയല്ല, നമുക്കറിയാം. അത് ഇന്ത്യയുടെ ബാറ്റിംഗ് നിര അമ്പയെ പരാജയപ്പെട്ട ഒരു കളിയായിരുന്നു അത്. ആ കളി ഒരു കറുത്ത ഓർമ്മയായി ഇന്ത്യൻ ടീമിൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ എല്ലാം വിട്ട് വളരെ പോസിറ്റീവായി കളിയെ നേരിടുമെന്നാണ് സൂര്യകുമാർ യാദവും മറ്റു ടീം അംഗങ്ങളും കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞത്. അതുതന്നെയാണ് കോച്ച് ഗൗതം ഗംഭീറും പറയുന്നത്. അതുകൊണ്ട് തന്നെ 2023 ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ ഇവിടെ ഇന്ത്യ പരാജയപ്പെട്ടു. അന്ന് ഈ ഗാലറിയിൽ ഞാനുണ്ടായിരുന്നു. അന്ന് ഇന്ത്യൻ ടീമിൻ്റെ ദുഃഖം, അതിനുശേഷം പ്രധാനമന്ത്രി വന്ന് അവരെ ആശ്വസിപ്പിച്ചത് എല്ലാം നമ്മൾ കണ്ടതാണ്. അന്ന് എന്തായാലും ആ തവണ രോഹിത് ശർമ്മ കപ്പ് ഉയർത്തുമെന്നെല്ലാവരും പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരക്ക് വേണ്ടത്ര ശോഭിക്കാൻ കഴിഞ്ഞില്ല. 240 റൺസിൽ ഇന്ത്യ ഒതുക്കാൻ ഓസ്ട്രേലിയക്ക് സാധിച്ചു. ട്രാവിസ് ഹെഡിൻ്റെ മികവിൽ അവർ വിജയം പിടിച്ചെടുക്കുകയും കപ്പ് നേടുകയും ചെയ്തു. T20യിൽ ഇന്ത്യക്ക് നല്ല വിജയങ്ങൾ നേടാൻ ഇവിടെ സാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇന്ത്യയും ന്യൂസിലാൻഡുമായി ഇവിടെ ഒരേ ഒരു കളിയാണ് T20യിൽ കളിച്ചത്. അന്ന് ഇന്ത്യയുടെ വിജയം 168 റൺസിനായിരുന്നു. T20യിൽ 168 റൺസ് വിജയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർ ടീം ഇല്ല എന്നാണ് പറഞ്ഞതിനർത്ഥം. അന്ന് ഇന്ത്യ 250-ലധികം റൺസ് സ്കോർ ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. ന്യൂസിലാൻഡ് ആണെങ്കിൽ വെറും 66 റൺസിന് ഓൾ ഔട്ടായി. പക്ഷേ അന്നത്തെ ഇന്ത്യൻ ടീമും ഇന്നത്തെ ഇന്ത്യൻ ടീമും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അന്നൊരു രണ്ടാം നിര ടീം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ശുഭ്മാൻ ഗില്ലാണ് അന്ന് സെഞ്ചുറി അടിച്ചത്. രാഹുൽ ത്രിപാഠി ഉണ്ടായിരുന്നു, ശിവം മാവി ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറേ പ്ലെയേഴ്സാണ് അതിലുണ്ടായിരുന്നത്. എന്നിട്ടും ഇന്ത്യക്ക് ഇത്രയും വലിയ വിജയം നേടാൻ സാധിച്ചു. അന്ന് ഹാർദിക് പാണ്ഡ്യ 4 വിക്കറ്റ് എടുത്ത് ഇന്ത്യയുടെ ബോളിംഗ് നിരയുടെ കുന്തമുനയാവുന്നതും കണ്ടു. പക്ഷേ ന്യൂസിലാൻഡ് ടീമിൽ ഈ ഫിൻ അലൻ അടക്കമുള്ള, സാന്റ്നർ അടക്കമുള്ള താരങ്ങൾ, ഡാരിൻ മിച്ചൽ അടക്കമുള്ള താരങ്ങൾ അന്ന് ടീമിലുണ്ടായിരുന്നു എന്ന് കൂടി നമ്മൾ ഓർക്കുക. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് നിർഭാഗ്യങ്ങൾ നൽകിയ ഒരു ഗ്രൗണ്ടാണ് ഇത്. അതുകൊണ്ട് തന്നെ പഴയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഇന്ന് കളിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഇന്ത്യക്ക് ഇന്നല്ല നാളെ കളിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ കളിയിൽ കൃത്യമായി കോൺസെൻട്രേറ്റ് ചെയ്ത് അവരുടെ സ്വയം കഴിവിൽ വിശ്വസിച്ച് കളിച്ചാൽ ഇന്ത്യക്ക് വിജയം കൊണ്ടുവരാൻ സാധിക്കും. എല്ലാ കണ്ണുകളും എവിടേക്കാണ്? സഞ്ജു സാംസണിലേക്കാണ്. സഞ്ജു സാംസൺ 2 കളിയിൽ തുടർച്ചയായി കളിയിലെ താരമായാണ് ഇവിടേക്ക് വന്നത്. രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ സഞ്ജുവിൻ്റെ ആരാധകരുടെ എണ്ണം എത്രയോ വർദ്ധിച്ചിരിക്കുകയാണ്.
പക്ഷേ ആ സമ്മർദ്ദം സഞ്ജുവിൽ കഴിഞ്ഞ ദിവസത്തെ വാർത്താസമ്മേളനത്തിൽ നമ്മൾ കണ്ടില്ല. ആദ്യമായാണ് ഒരു ലോകകപ്പ് ഫൈനലിൽ നമ്മുടെ സഞ്ജു കളിക്കുന്നത്. അതിൻ്റെ സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടാകില്ല. കാരണം കഴിഞ്ഞ 2 കളികളിൽ അദ്ദേഹം അനുഭവിച്ച, അല്ലെങ്കിൽ അതിന് മുമ്പത്തെ മുമ്പുള്ള കളികളിലൊക്കെ അദ്ദേഹം അനുഭവിച്ച സമ്മർദ്ദം നമുക്കറിയാം. ആ സമ്മർദ്ദമൊന്നും പക്ഷേ നാളെ അദ്ദേഹത്തിന് ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. ഒപ്പം അഭിഷേക് ശർമ്മ അതിജീവിച്ചുകൊണ്ട് കൂടുതൽ സ്കോർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. അദ്ദേഹത്തെ ടീം അംഗങ്ങൾ, ക്യാപ്റ്റൻ, കോച്ച് എല്ലാവരും വലിയ പിന്തുണ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. അഭിഷേക് ശർമ്മ നാളെ അദ്ദേഹത്തിൻ്റെ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തിയാൽ ഇന്ത്യക്ക് പിന്നെ വിജയം ഉറപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഏതായാലും നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നമുക്കറിയാം 1 ലക്ഷത്തോളം കാണികൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഈ സ്റ്റേഡിയത്തിലേക്ക് നാളെ ആളുകൾ ഒഴുകിയെത്തും. ടിക്കറ്റുകളെല്ലാം വിറ്റുപോയി എന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്.